ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ഈ മാവും ചുറ്റുമുള്ള പ്രദേശം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ നാട്ടിലെത്തിയിട്ടോ. ഒരു മാങ്ങ പറിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. കയ്യിലൊരു തോട്ടിയുണ്ട്, പക്ഷെ അത് കൊളുത്തി വലിക്കാനുള്ള ഹുക്കൊന്നുമില്ല കേട്ടോ. ചോദിച്ചു വന്നപ്പോൾ ഇവിടെ കയറിയില്ല, ഒന്നുമില്ല കേട്ടോ. എന്നാൽ പിന്നെ പണ്ട് ചെയ്ത പോലെ വാഴപ്പിണ്ടിയുടെ ഞാരില്ലേ, അത് വെച്ചൊന്ന് കെട്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തോട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മാങ്ങ. സംഭവം നൈസായിട്ടൊന്ന് പാളി കേട്ടോ. മാങ്ങയ്ക്ക് പകരം ഹുക്കാണ് കേട്ടോ താഴെ വീണേ. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല കേട്ടോ. നമ്മൾ വീണ്ടും കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കാം കേട്ടോ. ഈ തോട്ടി ശരിക്കും കറക്റ്റ് ഹൈറ്റ് ആണ് കേട്ടോ ഈ മാങ്ങയുടെ. അല്ലെങ്കിൽ ഈ തോട്ടി കൂടി കെട്ടി റെഡിയാക്കേണ്ട വന്നേനെ. അങ്ങനെ നമ്മുടെ മാങ്ങയുമ്പോൾ പിടുത്തം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ മാങ്ങ താഴെത്തി. ഇതൊരു ഒട്ടുമാവാണ് കേട്ടോ. ഇതിന്റെ വെറൈറ്റിയുടെ പേര് എനിക്കറിയില്ല. മാങ്ങ ആക്ച്വലി നല്ല വലുപ്പം വെക്കുന്ന ഒരു മാങ്ങയാണ്. പച്ചയായിട്ടിരിക്കുമ്പോൾ ഭയങ്കര പുളിയും, പഴുത്ത് കഴിഞ്ഞാൽ ഒടുക്കത്തെ മധുരമാണ് കേട്ടോ. ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ മാങ്ങക്കറിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അങ്കമാലിയാണ് കേട്ടോ. അവിടുത്തെ സ്പെഷ്യൽ ഒരു മാങ്ങക്കറിയാണ് ഇത്. മാങ്ങക്കറിയും ചോറും പോർക്കും എൻ്റെ ദൈവം ഒരു അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് മാങ്ങ കുറച്ച് കട്ടിയിൽ കുറച്ച് നീളത്തിൽ വേണം അരിയാനായിട്ട്. എനിക്ക് ഈ പച്ചമാങ്ങ മുറിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്ന് മുറിച്ചാലും കൈ മുറിയും. അതുകൊണ്ട് മമ്മി ആദ്യം തന്നെ വന്ന് പുളി തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്നത്. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് മാങ്ങ എടുക്കുന്നില്ല കേട്ടോ. ഏകദേശം ഈ വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മാങ്ങരിയൽ പരിപാടി എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒരു 3/4 മുറി തേങ്ങയെങ്കിലും വേണം. ഇതിൻ്റെ തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് സബോള, ഉള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയാണ് വേണ്ടത്. പിന്നെ കുറച്ച് പച്ചമുളകും വേണം. ഇനി ഒരു ചട്ടിയിലേക്ക് ഇതെല്ലാം അരിഞ്ഞിട്ട് നമ്മൾ ഇടാണേ. ഫസ്റ്റ് നമ്മൾ സബോള ഇടുന്നുണ്ട്, പിന്നെ അതിനുശേഷം ജിഞ്ചർ, പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഗ്യാസ് ഒന്നും ഓൺ ആക്കിയിട്ടില്ലേ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച് നമ്മുടെ മേജർ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങയില്ലേ, ഇത് ഇതിലേക്ക് ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിലേക്ക് എന്നിട്ട് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ കറി ഒത്തിരി ഓയിലി ആയിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 2-ാം പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഒരു അല്പം 3-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുവരെ നമ്മൾ ഗ്യാസ് ഒന്നും ഓൺ ആക്കിയിട്ടില്ലേ. വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുമുളക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാങ്ങക്കറി നന്നായിട്ട് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ കറി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ മാങ്ങ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. മാങ്ങ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി സെറ്റായി നടത്തും. ഈ മാങ്ങക്കറിയുടെ കൺസിസ്റ്റൻസി എന്താണെന്നറിയാമോ? ഒത്തിരി വെള്ളം പോലെ ആകരുത്. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ല കുറുകുറുന്നിരിക്കണം കേട്ടോ. നമ്മുടെ മാങ്ങയൊന്നും എടുത്ത് നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ കറി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ തിക്കായിട്ടുള്ള പാലില്ലേ, ഫസ്റ്റത്തെ പാല്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിളപ്പിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് കാച്ചാനായിട്ട് ഒരു ചീനിച്ചട്ടിയിലകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉള്ളിയില്ലേ, അത് ഇതിലേക്ക് അരിഞ്ഞിടണം കേട്ടോ. ഉള്ളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് വറ്റൽമുളകും കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ചെയ്തു. എന്നിട്ട് ഈ ഫ്രൈ ചെയ്തതെല്ലാം നമ്മൾ ഇതിലേക്ക് എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഈ മാങ്ങക്കറിയുടെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. നമ്മുടെ സൈഡിലുള്ള ഫംഗ്ഷൻസിന് എല്ലാത്തിനും കറിയായിട്ട് നമ്മുടെ മാങ്ങക്കറി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ പോർക്കായാലും ബീഫായാലും മീനായാലും എല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് എന്തായാലും മാങ്ങ നിൽപ്പുണ്ട്. എന്നാൽ പിന്നെ മാങ്ങക്കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചത്. ഇപ്പോൾ ഒരു ബൗളിൽ മാങ്ങക്കറി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്യുന്ന പറയാനുണ്ട്.
അടിപൊളിയാണ്. നല്ല അടിപൊളി കറി കേട്ടോ മാങ്ങത്തിന്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല. അപ്പോൾ ഓക്കെ, ബൈ ആൻഡ് ടേക്ക് കെയർ.